പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തി UAE-യിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കേണ്ടതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഇപ്പോഴും പലർക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അധികൃതർ. മാനവശേഷി എമിലിറ്റൈസേഷൻ മന്ത്രാലയം നൽകുന്ന വർക്ക് പെർമിറ്റ് ഇല്ലാത്തവർ ആംനസ്റ്റിക്ക് ശേഷം UAE-യിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പുതിയ തൊഴിൽ സ്ഥാപനത്തിന്റെ അഫിലിയേഷൻ അനുസരിച്ച് ബന്ധപ്പെട്ട അതോറിറ്റി മുഖേന പുതിയ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കേണ്ടതാണ്. നിലവിലെ തൊഴിൽ സ്ഥാപനത്തിൽ തുടരാനാണ് ആഗ്രഹമെങ്കിൽ ICP വഴി റെസിഡൻസി പുതുക്കുകയാണ് വേണ്ടത്. ഇനി പൊതുമാപ്പിന് ശേഷം രാജ്യം വിടാനാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ UAE-ക്ക് പുറത്തു കടക്കുന്നതിനുള്ള എക്സിറ്റ് പെർമിറ്റിന് അപേക്ഷിക്കുകയാണ് വേണ്ടത്. പൊതുമാപ്പിന്റെ ഇമ്പോർട്ടൻസ് കണക്കിലെടുത്ത് അപേക്ഷകർക്ക് പെട്ടെന്ന് തന്നെ വർക്ക് പെർമിറ്റ് നൽകാൻ മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നടപടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോലി ഓഫർ ചെയ്യുന്ന കമ്പനിക്ക് എംപ്ലോയിയുടെ പേരിൽ നേരത്തെ തന്നെ വർക്ക് പെർമിറ്റ് നേടാനാകും. അതേസമയം തൊഴിൽ സ്ഥാപനത്തിൽ നിന്നുള്ള ഓഫർ ലെറ്റർ ആധികാരിക രേഖയായി കണക്കാക്കാനാകില്ലെന്നും സാധുവായ രേഖ ഹാജരാക്കിയാൽ മാത്രമേ UAE-യിൽ തുടരാനാകൂ എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവാസികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി വാർത്തയുടെ പേജ് ഫോളോ ചെയ്യുക.